നമസ്കാരം. നമസ്കാരം. നമ്മുടെ ജയിലുകളുടെ സുരക്ഷയെക്കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? കാരണം ഒട്ടും സുരക്ഷിതമല്ലെന്നുള്ള ഒരുപാട് അന്വേഷണ റിപ്പോർട്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനെപ്പറ്റി എന്താണ് പറയാൻ? നമ്മുടെ ജയിൽ സുരക്ഷയെ സംബന്ധിച്ചുള്ള ധാരാളം റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അവയെല്ലാം സർക്കാർ പൂഴ്ത്തി വെച്ചിരിക്കുന്നു എന്ന ആരോപണങ്ങളുമുണ്ട്. ഇത് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതിന് സമീപകാല ധാരാളം ഉദാഹരണങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ട് ഒരുപക്ഷെ നമ്മളെല്ലാം ഞെട്ടലോടുകൂടി തന്നെ കാണുന്നതാണ്. ലോകത്തിലെ മിക്കവാറും ജയിലുകളുടെ സുരക്ഷ വലിയ വെല്ലുവിളിയായിട്ട് മാറിയിരിക്കുകയാണ്. കുറ്റവാളികൾ ജയിലിൽ സംഘടിതമായിട്ട് കലാപങ്ങൾ ഉണ്ടാക്കുന്നു, അതോടൊപ്പം തന്നെ അവരവിടെ ഗ്യാങ്ങുകൾ രൂപീകരിക്കുന്നു, അവിടെ കച്ചവടം നടത്തുന്നു തുടങ്ങിയ കാര്യങ്ങൾ. നമ്മുടെ ജയിലുകളിലും സമാനമായ പല കാര്യങ്ങളും നമ്മൾ കണ്ടു. ഗവൺമെൻറ്റുകൾ, അത് ഏത് രാജ്യത്താണെങ്കിലും പല ഗ്യാങ്ങുകളോട് അനുഭാവമുള്ളവരുണ്ട്. അപ്പം അങ്ങനെയുള്ള അനുഭാവമുള്ളവരുടെ പിന്നിൽ ഈ പറയുന്ന ജയിലുകളിൽ നടക്കുന്ന പല അക്രമ പ്രവർത്തനങ്ങളും പൊതുജന ശ്രദ്ധയിലേക്ക് വരാതെ പോകുന്നു. കാരണം ഒരു വലിയ കോട്ട പോലുള്ള ഒരു പ്രദേശത്ത് നടക്കുന്നതാണ്. അപ്പൊ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പുറത്തേക്ക് പോയാൽ ആ ജയിലിലെ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് അതിന് സമാധാനം പറയേണ്ടത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ അറിയുന്നില്ല. വിവാദമാകുന്ന അല്ലെങ്കിൽ മൂടിവെക്കാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ അറിയുന്നത്, അത്രയും കാര്യങ്ങൾ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. ഇപ്പോൾ ഈ സമീപ ദിവസം ഉണ്ടായതാണ്, നമുക്കറിയാം, ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ഇക്വഡോർ. അവിടെ വലിയൊരു കലാപം ഉണ്ടാവുകയും നിരവധിയായ ആൾക്കാർ മരിക്കുകയും ചെയ്തു. അതായത് ജയിലിന്റെ അകത്തെ തടവുകാർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴും ജയിൽ സുരക്ഷയോട് ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കും. അതായത് അവരെ അവിടെ നിന്ന് മാറ്റുക, ഒരു ഗ്യാങ് ആയിട്ട് നിൽക്കുന്നവരെ ഗ്യാങ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി അതിനുവേണ്ടി അല്ലെങ്കിൽ അതീവ സുരക്ഷയുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ യുവമാരുടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പുറത്തുള്ളതിനേക്കാൾ സുരക്ഷിതമായിട്ട് ജയിലിൽ പ്രവർത്തിക്കാം. പുറത്തു ചെന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ കുറ്റകൃത്യങ്ങളിലെ എതിർകക്ഷികൾ പലപ്പോഴും ഇവരെ ഇല്ലാതാക്കാനോ കൊല്ലുവാനോ അംഗഭംഗം വരുത്തുവാനോ ഒക്കെ ശ്രമിക്കും. ജയിലിൽ ഇവർ സുരക്ഷിതരാണ്. അപ്പൊ ജയിലിൽ സുരക്ഷിതരാകുക എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇവരുടെ വ്യാപാരങ്ങൾ നമ്മൾ കേട്ടാൽ അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള വ്യാപാരങ്ങൾ നടക്കും. ഇത്തരം നടപടികളെ തുടർന്നാണ് കുറെ തടവ് പുള്ളികളെ മാറ്റുവാനായിട്ട് തീരുമാനിച്ചത്. അപ്പൊ എന്ത് സംബന്ധിച്ചോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മച്ചാല ജയിൽ, അത് അവിടുത്തെ കുപ്രസിദ്ധമായ ഒരു ജയിലാണെന്നാണ് പറയുന്നത്. ഇക്വഡോറിൽ ലഹരി മാഫിയ കൊടികുത്തി വാഴുന്ന ഒരു സ്ഥലം. അപ്പൊ അവിടെ അവർക്ക് എന്തും ചെയ്യാം. ഈ പല ജയിലുകളുടെയും നിയന്ത്രണം അധികാരികൾക്കില്ല. അത് നമ്മുടെ നാട്ടിൽ പറയില്ലേ, മേസ്തരികൾ, ജയിലിലെ മൂത്ത ആൾക്കാര്, തഴക്കം ചെന്ന കുറ്റവാളികൾ എന്ന് പറയുന്ന പോലെ അവിടെയും ഇതൊക്കെ തന്നെയാണ് സ്ഥിതി. അപ്പൊ ഈ മാഫിയകളുടെ കേന്ദ്രീകരണം ജയിലുകളിൽ രൂക്ഷമായതിനെ തുടർന്ന് ഇവർ വളരെ സംഘടിതമായി കുറ്റകൃത്യം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ സംഘടിതമായി ചെയ്യുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജയിലിലും ഈ കുറ്റവാളികളെ തന്നെയാണ് കൊണ്ടുവരുന്നത്, ഒരു സംഘത്തെയാണ് കൊണ്ടുവരുന്നത്. എതിരാളികളും ഇതേപോലെ സംഘമായിട്ട് ജയിലിൽ വരുന്നുണ്ട്. ഗ്യാങ് വാർ ജയിലിൽ നടക്കുന്നു. പുറത്തുള്ള അതേ സംഭവം ഇവരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അകത്ത് നടക്കുന്നു. പരിമിതമായ സൗകര്യമാണ്. ഈ നമുക്കറിയാം ഇക്വഡോർ പോലുള്ള രാജ്യങ്ങളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ദരിദ്രമായ സാഹചര്യത്തിലുള്ളതാണ്. പെട്രോളിയം പോലുള്ളവയുടെ ഉൽപാദനത്തിലൂടെയും വിതരണത്തിലൂടെയും അവർക്ക് പണം കിട്ടുന്നുണ്ട്. പക്ഷെ മറ്റ് വിഭവങ്ങൾ വളരെ കുറവാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സ്വാഭാവികമായിട്ട് ആൾക്കാർ എന്ത് ചെയ്യും? ദാരിദ്ര്യത്തിന്റെ ഒരു വലിയ അവസ്ഥയിലാണ് അനാശാസ്യമായ രീതിയിൽ പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. വേശ്യാവൃത്തി അങ്ങനെയുള്ള രാജ്യങ്ങളിൽ വളരെ വ്യാപകമാണ്. അതൊരു സംസ്കാരമായി മാറിയിരിക്കുന്നു. നമ്മൾക്കിവിടെ ഈ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിന്റെയാണെന്ന സ്ഥിതി നമ്മൾ വായിച്ചു. കലാപത്തെ തുടർന്ന്, ഇന്ത്യയുടെ ഉപരോധത്തെ തുടർന്ന് ബംഗ്ലാദേശിലെ സ്ത്രീകൾ തെരുവിൽ ശരീരം വിൽക്കുവാനായിട്ട് ഇറങ്ങുന്നത് വായിച്ചല്ലോ. രാജ്യം ഏത് രീതിയിൽ പോയൊരു രാജ്യമായിരുന്നു. അതെ, കാരണം GDP ആയാലും മറ്റുള്ള ഇന്ത്യക്കാരും വളർച്ച നേടിക്കൊണ്ടിരുന്ന രാജ്യമായിരുന്നു. ആ ഒരവസ്ഥയിലേക്ക് ക്രിമിനൽസിനെ കൊണ്ടുവന്നതും അത് മറ്റൊരു ഭാഗമാണ് അല്ലേ? അതെ, അതായത് ആ രീതിയിലേക്ക് മാറുമ്പോൾ ഇവരെ എല്ലാം പിടിക്കുമ്പോൾ അകത്താ വരുന്നത്. അപ്പൊ മയക്കുമരുന്ന് ഇതിന്റെ ഒരു ഉൽപ്പന്നമാണ്. അതായത് എളുപ്പത്തിൽ പണം ഉണ്ടാക്കാൻ മയക്കുമരുന്ന് ഉൽപാദന, വിതരണ, കച്ചവട, കയറ്റുമതി തുടങ്ങിയ പല മേഖലകളും ഇതിലുണ്ട്. അപ്പൊ അതിൽ ചെറുപ്പക്കാര് അവർ ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങളിലൂടെയാണ് കുറ്റവാളികളുടെ ഗ്യാങ്ങിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ കുറ്റകൃത്യത്തിന്റെ ലോകത്തിലേക്ക് വരുന്നത്. അതെ അതെ. അവിടെ നിന്ന് അപ്പൊ ഇത് എക്സ്പീരിയൻസ് ഇവർക്ക് ധൈര്യം പകരുക. അവിടെ നിന്ന് ഇവർ നേരെ എന്ത് ചെയ്യുന്നു? ഇതൊരു പ്രൊഫഷനായിട്ട് അങ്ങ് സ്വീകരിക്കുക. കാരണം മഹാകുറ്റവാളികൾ കിടക്കുന്ന ഏരിയയിലേക്ക് ചെല്ലുമ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കും. ഹീറോസാ. കുറ്റവാളികൾ ഹീറോസാണ് ആ രാജ്യങ്ങളിലെ ചെറുപ്പക്കാർക്ക്. ഏറ്റവും കൂടുതൽ കൊള്ളയും കൊലയും നടത്തുന്ന ആൾക്കാർ. ഇപ്പൊ നമ്മുടെ ചാൾസ് ശോഭരാജിനെ പ്രേമിക്കാൻ എത്ര പെൺകുട്ടികൾ ഉണ്ടായിരുന്നു, ഫ്രഞ്ച് വനിതകൾ ഉൾപ്പെടെ, ഇന്ത്യക്കാരുൾപ്പെടെ, വിദേശികൾ ഉൾപ്പെടെ. കാരണം അയാൾ ഒരു കുറ്റവാളിയാണെന്ന് അറിഞ്ഞിട്ടും
ആ ഒരു ഹീറോയിസം നമ്മുടെ നാട്ടിൽ മാത്രമല്ല എല്ലായിടത്തും ഉള്ളതാണ്. തീർച്ചയായിട്ടും അവിടെയും ഉണ്ട്. അപ്പൊ അവിടെ കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരാള് എന്ന് പറഞ്ഞാൽ കൂടുതൽ സമ്പാദിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് അവരുടെ മാതൃക പിന്തുടരുന്ന ഒരു സമൂഹം ഒഴുകുകയാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ഞായറാഴ്ച ഏകദേശം 3 മണിയോടെ, നമ്മുടെ ഗ്രീൻവിച്ച് ടൈം ആണെങ്കിൽ 8 മണി, ജയിലിൽ കലാപം ആരംഭിച്ചു. കാരണം ഇതാണ്, ഒരു ഗ്യാങ് വാർ തടയാൻ വേണ്ടി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി. ഇതോടുകൂടി സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 31 തടവുകാരാണ് കൊല്ലപ്പെട്ടത്. 31 പേര് ജയിലിൽ പെട്ടെന്ന് വളരെ വേഗത്തിൽ തത്സമയം കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. ഗ്യാങ് വാറിന്റെ ഭാഗത്താണോ അതോ പോലീസ് അക്രമം? അല്ലല്ല, ഇത് ഗ്യാങ് വാറും പോലീസ് നടപടിയും രണ്ടും കൂടെ ചേർന്നുള്ളതാണ്. അതായത് ഗ്യാങ് വാറിന് ഇവരുടെ കയ്യിൽ ആയുധമുണ്ട് എന്നുള്ളതാണ് ഇത്രയും പേര് കൊല്ലപ്പെടാനുള്ള കാരണമായത്. ജയിലിൽ എങ്ങനെ ആയുധം എത്തി എന്നുള്ള മറ്റൊരു ചോദ്യം. ജയിലിൽ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നിടത്ത് ആയുധം അവർക്ക് ഈസി ആയിട്ട് എത്തിക്കാൻ പറ്റും. തന്നെയുമല്ല, ജയിൽ അധികൃതർ ഇവരെ പേടിച്ചാണ് നിൽക്കുന്നത്. പ്രശ്നം ഈ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ തന്നെ നിന്റെ വീട്ടിലേക്കുള്ള വഴി അറിയാം, നിന്റെ വീട് എവിടെയാണെന്ന് അറിയാം, കുട്ടി എവിടെയാണ് പഠിക്കുന്നതെന്ന് അറിയാം. കുറ്റവാളികൾ ആരോട് പറയുന്നതാണ്? ജയിലിലെ ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നതാണ്. അവർക്കും ജീവനിൽ കൊതിയൊക്കെയുള്ള ആൾക്കാർ മനുഷ്യരാണല്ലോ ആണ്. അപ്പോൾ അങ്ങനെ അവരെ നിർജീവമാക്കിക്കൊണ്ടാണ് നടക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഈ മയക്കുമരുന്ന് മാഫിയ വളരെ ഗംഭീരമായിട്ട് അവരുടെ കച്ചവടം പുറത്തും അകത്തും, അകത്തിരുന്നു കൊണ്ട് പുറത്തും നിയന്ത്രിക്കുന്നു. ഇപ്പൊ നമ്മുടെ ഡി കമ്പനിയുടെ ദാവൂദ് ഇബ്രാഹിം ഇന്ത്യയിലെ ഇത്തരം കച്ചവടങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. ഇതേ സംഭവം തന്നെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇത് മച്ചാല ജയിലിൽ നടന്ന സംഭവം പുതിയ സംഭവമല്ല. അവിടുത്തെ പല ജയിലുകളിലും ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇത് ആവർത്തിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഈ കുറ്റകൃത്യങ്ങളുടെ അല്ലെങ്കിൽ കലാപങ്ങളുടെ ആവർത്തനം കൊണ്ട് സംഭവിക്കുന്നത് ജയിലിന്റെ നിയന്ത്രണം പരിപൂർണമായിട്ട് ഇവരുടെ കയ്യിലേക്ക് എത്തും. കുറ്റവാളികൾ ജയിലിനെ നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ തീവ്രത കൂടും. ഇതൊരു സാമൂഹ്യ ആക്രമണമാണ്. ജയിലിൽ നടക്കുന്ന എല്ലാ ആക്രമണത്തിന്റെയും പ്രത്യാഘാതം എവിടെ ഉണ്ടാകും? പുറത്തുണ്ടാവും. ഓക്കെ, ഇതുകൂടാതെ ദൂരവ്യാപകമായ ഒരു വലിയ ഫലം ഇതിനുണ്ടാകുന്നു. അതായത് ജയിലുകളിൽ അക്രമം നടന്നാൽ കുറ്റവാളികൾക്ക് മറ്റ് ജയിലുകളിൽ ഇതേ അക്രമം നടത്തി രക്ഷപ്പെടാനുള്ള പ്രേരണ വരും. ആരും സന്തോഷത്തോടു കൂടിയല്ല ജയിലിൽ കിടക്കുന്നത്. എല്ലാ പഴുതും അവരെപ്പോഴും ഉപയോഗിക്കാനായിട്ട്, പരീക്ഷിക്കാനായിട്ട് തയ്യാറാണ്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ ജയിലിൽ എല്ലാം സുരക്ഷാ ഭീഷണിയായിട്ട് ഇപ്പം മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ട് നമ്മൾക്കും ആയിക്കൂടെ എന്ന രീതിയിലേക്ക് അവിടുത്തെ തടവ് പുള്ളികൾ ചിന്തിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. പിന്നെ ഈ സംഭവത്തെ തുടർന്ന് സ്നൈ ഏജൻസി എന്ന് പറഞ്ഞ ഇവരുടെ ഒരു അന്വേഷണ ഏജൻസി ഉണ്ട്. ആ ഏജൻസി അന്വേഷണം ആരംഭിച്ചപ്പോൾ ഈ പ്രദേശം സുരക്ഷിതമായി പ്രത്യേക പോലീസിന്റെ യൂണിറ്റുകളെ സ്ഥാപിച്ചുകൊണ്ടാണ് അന്വേഷണം നടക്കുന്നതെങ്കിലും പ്രശ്നം മറ്റു ജയിലുകളിലേക്ക് ക്രമേണ വ്യാപിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ ഒരു ജയിലിലെ കലാപം ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെയാണ് ബാധിക്കുന്നത്. ജയിൽ ബ്രേക്ക് ചെയ്ത് എല്ലാവരും കൂടെ തെരുവിലേക്ക് ഇറങ്ങിയാൽ നടക്കുന്ന ഒരു അരക്ഷിതാവസ്ഥ എന്താണ്? ഇത്തരം അന്വേഷണങ്ങളൊക്കെ സക്സസ്ഫുൾ ആകും എന്നുള്ള തോന്നലുണ്ടോ? കാരണം ഇത്തരം അന്വേഷണങ്ങളുടെ ചരിത്രം ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ അത്ര നല്ല രീതിയിലല്ല അതിന്റെ റിസൾട്ട് വന്നിരിക്കുന്നത്. കാരണം അന്വേഷണങ്ങൾ കൊണ്ട് വലിയ പ്രയോജനങ്ങളൊന്നുമില്ല. അക്രമങ്ങൾക്ക് താൽക്കാലിക ശമനമുണ്ടാകും. കാരണം അന്വേഷണ ഏജൻസി വരുമ്പോൾ എല്ലാവരും അടങ്ങി ഒതുങ്ങിയിരിക്കും. അവർ സ്വാഭാവികമായിട്ട് അവരുടെ ജാഗ്രത കുറയുന്ന സമയം കാണുന്ന സമയത്ത് ഇവർ വീണ്ടും തലപൊക്കി വടിയും വഴിയൊക്കെ ആയിട്ട് ഇറങ്ങും. എന്നിട്ട് ഇതേ പ്രവൃത്തികൾ ആരംഭിക്കും. കാരണം അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ വർഗസങ്കരമാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ എല്ലായിടത്തും ഒരു പ്രശ്നമാണ് ഈ വർഗസങ്കരം എന്ന് പറയുമ്പോൾ ഗ്രൂപ്പുകൾക്ക് ഈ വർഗീയമായ ചായ്വുകൾ, ഗോത്രപരമായ ചായ്വുകൾ അവിടെ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ സംഘടിത സ്വഭാവത്തിന് ഈ ഒരു ഐഡന്റിറ്റി ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുണ്ട്. അതായത് കറുത്തവൻ, വെളുത്തവൻ, അതേപോലെ തന്നെ മിക്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഇവരുടെ രണ്ട് ക്രോസ് ആയിട്ടുള്ള ബ്രീഡുകളുണ്ട്. ഇവരൊക്കെ പല ഗ്യാങ്ങുകളായിട്ട് മാറി നിൽക്കുകയാണ്. അപ്പൊ എന്തായാലും അവര് ഇത് അവിടുത്തെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പലപ്പോഴും ഇത്തരം കലാപങ്ങൾ എത്തിയിട്ടുണ്ട്. ഇപ്പോഴും ആ ഒരവസ്ഥയിലാണ് സംഭവം നിൽക്കുന്നത്. കൂടാതെ ഇത് ദാരിദ്ര്യത്തിന്റെ പ്രശ്നമാണെന്ന് ഗവൺമെന്റ് പഠിച്ചതിന് ശേഷം ദാരിദ്ര്യം മാറ്റാൻ വേണ്ടി ഇവരെത്തിച്ച് ഇവരുടെ കറൻസി അങ്ങ് പിൻവലിച്ചു, അമേരിക്കൻ ഡോളറിലേക്ക് മാറ്റി. ഇതിന്റെ പിന്നിൽ അമേരിക്കയുടെ കളി ഉണ്ടോ എന്നുള്ള ഇല്ല, അമേരിക്ക മയക്കുമരുന്നിന്റെ കാര്യത്തിൽ മാത്രം അമേരിക്ക കളിക്കുകയില്ല.
അത് പ്രത്യേകിച്ച് അവരുടെ അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങൾ ഇവർക്ക് ഏറ്റവും വലിയ തലവേദനയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മാത്രമാണ് അവർ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇല്ലാതെ ഒരു മാന്യമായ നടപടി സ്വീകരിക്കുന്നത്. ബാക്കി എല്ലാ കാര്യത്തിലും അമേരിക്കയുടെ കറുത്ത കരങ്ങൾ നമുക്ക് ലോകത്ത് എവിടെയും ഉണ്ടാകും, ഒരു തർക്കവും ഇല്ല, നമുക്കറിയില്ലേ. അപ്പൊ ഇതിൽ അതില്ല. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അസമത്വവും ദാരിദ്ര്യവും തുടച്ചു നീക്കാതെ അവിടെ ഈ മയക്കുമരുന്ന് ഗ്യാങ്ങിനെ നിയന്ത്രിക്കാൻ പറ്റുകയില്ല. ഇവർക്ക് കൊളംബിയൻ മെക്സിക്കൻ ഗ്യാങ്ങുകളുമായിട്ടുള്ള അടുത്ത ബന്ധം അത് ശിഥിലമാക്കുവാനായിട്ട് സർക്കാരിന് കെൽപ്പുമില്ല. ആഭ്യന്തര സുരക്ഷയെ തന്നെ ബാധിക്കുന്ന രീതിയിൽ ഇത് മാറിയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലും ജയിലുകളിൽ സംഘടിതമായ കുറ്റവാളികൾ ഒന്നിച്ചുകൂടി അക്രമങ്ങൾ നടത്തുന്ന ചെറിയ സംഭവങ്ങളെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ ഭീകരവും നമ്മളെപ്പോലുള്ളവർക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുമാണ് കാര്യങ്ങളോട് പോകുന്നത്.